ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇത്തവണത്തെ മോശം പ്രകടനത്തിൽ ആരാധകർ എല്ലാവരും നിരാശരാണ്. 8 മത്സരങ്ങൾ കളിച്ചപ്പോൾ 2 മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അവസാനം കളിച്ച 3 മത്സരങ്ങളിലും ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടു. പോയിൻ്റ് പട്ടികയിൽ 10ാം സ്ഥാനത്താണ്. ഒരുപാട് പ്രശ്നങ്ങൾ ക്ലബിനുണ്ട് എന്നത് കഴിഞ്ഞ 8 മത്സരങ്ങളിലൂടെ വ്യക്തമായിട്ടുണ്ട്. ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്ന് ഗോൾ കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ്. 2 ഗോൾ കീപ്പർമാരെയാണ് ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സ് പരീക്ഷിച്ചിട്ടുള്ളത്. 4 മത്സരങ്ങളിൽ സച്ചിൻ സുരേഷ് വല കാത്തു. 4 മത്സരങ്ങളിൽ സോംകുമാറും വല കാത്തു. സച്ചിൻ 4 മത്സരങ്ങളിൽ നിന്ന് 8 സേവുകളാണ് നടത്തിയിട്ടുള്ളത്. അതേസമയം സോംകുമാർ 4 മത്സരങ്ങളിൽ നിന്ന് 3 സേവുകൾ മാത്രമാണ് നടത്തിയിട്ടുള്ളത്. പക്ഷേ 2 താരങ്ങളും ഒട്ടേറെ പിഴവുകൾ വരുത്തി വെച്ചിട്ടുണ്ട്. ബോളുകൾ കൈപ്പിടിയിൽ ഒതുക്കുന്നതിൽ പലപ്പോഴും ഈ 2 താരങ്ങൾക്കും പിഴച്ചിട്ടുണ്ട്. 2 പേരുടെയും പിഴവുകൾ കാരണം ബ്ലാസ്റ്റേഴ്സിന് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിമർശനങ്ങളും അധികരിച്ചിരുന്നു. സോമിനെതിരെയുള്ള വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. കേവലം 19 വയസ്സ് മാത്രമുള്ള താരമാണ് സോംകുമാർ. ഒരുപാട് കാലം യൂറോപ്പിൽ കളിച്ച പരിചയസമ്പത്തും അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ബ്ലാസ്റ്റേഴ്സ് കൃത്യമായ നിലപാട് എടുത്തു കഴിഞ്ഞു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളിലെ മോശം പ്രകടനം കാരണം അദ്ദേഹത്തെ ബ്ലാസ്റ്റേഴ്സ് തള്ളിക്കളയില്ല. അദ്ദേഹമാണ് നമ്മുടെ ഭാവി എന്നാണ് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് വിശ്വസിക്കുന്നത്. അതായത് ദീർഘകാലം അദ്ദേഹത്തെ നിലനിർത്താനാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലാൻ. നിലവിൽ താരത്തിന് ആത്മവിശ്വാസത്തിൻ്റെ കുറവുണ്ട്. അത് പ്രായത്തിൻ്റെ പ്രശ്നമാണ്. കുറച്ചുകൂടി മത്സരങ്ങൾ കളിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഈ കോൺഫിഡൻസ് ഇല്ലായ്മ മാറും എന്നാണ് ക്ലബ് വിശ്വസിക്കുന്നത്. ഭാവിയിൽ ബ്ലാസ്റ്റേഴ്സിന് സോംകുമാർ ഒരു മുതൽക്കൂട്ടാവും എന്നാണ് ക്ലബ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ദീർഘകാലത്തേക്ക് ക്ലബിനകത്ത് നിലനിർത്തുക എന്ന നിലപാടാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് സ്വീകരിച്ചിട്ടുള്ളത്. ഈ വീഡിയോ ഇവിടെ പൂർത്തിയാകുന്നു. പുതിയൊരു വീഡിയോയുമായി ബ്ലാസ്റ്റേഴ്സ് അരീന വീണ്ടും എത്താം.